പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു UPSന്റെ ബാറ്ററി എങ്ങനെ മാറുന്നതെന്നായിരുന്നു. ഇന്നും ഞാൻ UPSന്റെ ബാറ്ററി എങ്ങനെ മാറുന്നതിനെ കുറിച്ചാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന്. അല്ല, ഇതിന്റെ രണ്ട് ബ്രാൻഡുകളുടെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം V-Guardന്റെ ആയിരുന്നു, ഈ തവണ ഞാൻ മാറ്റുന്നത് APC എന്ന ബ്രാൻഡിന്റെയാണ്. V-Guardന്റെ ബാറ്ററി മാറ്റുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കവർ മാറ്റായിരുന്നു. ഇത് മാറ്റുമ്പോൾ ചെറിയ ഇത്തിരി വ്യത്യാസമുണ്ട്. അത് വളരെ ഈസി ആയിട്ട് ഒരു ടെക്നീഷ്യന്റെ സഹായം കൂടാതെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മാറിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി എന്താന്ന് വെച്ചാൽ, ഇതിന്റെ വില വരുന്നത് ഏകദേശം ഒരു 1950 രൂപ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ഈ പഴയ ബാറ്ററി കൊടുത്ത് 150 രൂപ സേവ് ചെയ്യാവുന്നതുള്ളൂ. ആ ഷോപ്പിൽ തന്നെ കൊടുത്താൽ മതി. 150 രൂപ നമുക്ക് സേവ് ചെയ്ത് ടോട്ടൽ ഒരു 800 രൂപയ്ക്ക് നമുക്ക് ബാറ്ററി കിട്ടും. അപ്പൊ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്കിത് കവർ അഴിച്ച് ബാറ്ററി ഇടുന്നതെന്നുള്ളത് കാണാം. ഇതാണ് APCയുടെ ഏറ്റവും മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, പൊതുവെ കംപ്ലൈന്റ് കൂടുതലുമുള്ള മോഡലാണ്. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് 4 സ്ക്രൂ ആണ് നമുക്കുള്ളത്. ഇത് ആദ്യം നമുക്ക് അഴിച്ചു മാറ്റാം. ഇത് APCയുടെ നല്ലപോലെ സെയിൽ ആവുന്ന ഒരു മോഡലാണ്. പൊതുവെ ഇതിന് കംപ്ലൈന്റും കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ UPS വാങ്ങിക്കാനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഈ സ്ക്രൂ അഴിച്ചു വെച്ചതിന് ശേഷം പതുക്കെ നമ്മൾ വലതുവശത്തേക്ക് ഒന്ന് ചരിച്ചു വെക്കണം. അതായത് ഈ കേബിള് നമ്മുടെ നേരെ വരാൻ പാകത്തിന് 3 പാർട്സ് ആയിട്ടാണ് ഇതിന്റെ കവർ ഇരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ബുദ്ധിമുട്ടും. അപ്പൊ ഈ കൈ ദേ ഇവിടെ ഇങ്ങനെ മുറുക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇവിടെ ഒരു ലോക്ക് പോലെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടിയിക്കണം. അതായത് 3 പീസുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഒരു കഷ്ണം ഉണ്ട്, അതുപോലെ ഈ ഒരു കഷ്ണം. ഇതാണ് UPSന്റെ അകം. ഇതാണ് ബാറ്ററി, അതായത് 12 വോൾട്ട് 7Ah. ഇത് ട്രാൻസ്ഫോമർ. ഇതാണ് ഇതിന്റെ മെയിൻ ബോർഡ്. ഇതാണ് ഇതിന്റെ ബാറ്ററി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഈ ബ്ലാക്ക് കേബിളും അതുപോലെ ഈ റെഡ് കേബിളും തെറ്റാതെ അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണോ പഴയതിരുന്നത് അതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതായത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ വീണ്ടും തിരിച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വെച്ചിട്ട് ഇത് ബ്ലാക്ക് കളർ കേബിള് അതിലേക്ക്, അതുപോലെ റെഡ് കളർ കേബിള് റെഡിലേക്ക് വെച്ചു കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത് ഇത് അടയ്ക്കുന്ന സമയത്താണ്. അപ്പൊ അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ കവർ അടയ്ക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഈ ട്രാൻസ്ഫോമർ ടൈറ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു വാഷർ ഉണ്ട് ഇവിടെ. അതായത് ഇതാണ്. ഇത് ചിലപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇതിന്റെ മുകളിലായിരിക്കാം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇത് ഇവിടെയാണോ ഇത് അടച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുമെന്ന്. ഇത് പ്രോപ്പർ ആയിട്ട് ഇവിടെയാണ് ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ അമർത്തി ഇത് വെച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് കവർ അടയ്ക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ട് അടയില്ല. അപ്പൊ ആദ്യം ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഈ വാഷർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ കട്ടിംഗ് ഉള്ള ഈ ഭാഗവും, അതായത് ഈ പോർഷനും ശരിക്കും ഇത് ഫ്രെയിമിന്റെ അകത്തേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക. അങ്ങനെ ഇത് കറക്റ്റ് അമർത്തി വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും കറക്റ്റ് ആയിന്ന് ഉറപ്പ് വരുത്തി നമ്മൾ സ്ക്രൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ രീതിയിലാണ് APCയുടെ ബാറ്ററി മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. താങ്ക് യു.